ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മന്ദിരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനവുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 1, 2, 3, 4 ചോദ്യങ്ങൾ പരിശോധിച്ചു. ഇന്നത്തെ വീഡിയോയിൽ 4A എന്ന ചോദ്യവും 5ാമത്തെ ചോദ്യവും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കാരണം വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ് അങ്ങനെ ക്രമീകരിച്ചത്. അപ്പൊ സമയം കളയണ്ടല്ലേ, വരൂ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചോദ്യം നിങ്ങൾ എഴുതിയിട്ട് വേണം ആൻസർ ചെയ്യാൻ, അത് നിങ്ങളെ മറക്കണ്ട. 4 A, അതിൽ A എന്ന ചെറിയ സബ് ക്വസ്റ്റ്യൻ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് തുടർന്ന് വരുന്ന 2 വരികൾ എഴുതാം. അപ്പൊ നമ്മൾ ആദ്യം ഈ പാറ്റേണിലേക്ക് നോക്കി ഇതിന്റെ പ്രത്യേകതകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ തുടർന്ന് വരുന്ന പാറ്റേൺ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചില ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം. അര കൂട്ടണം കാല് മുക്കാല് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത് ഈ മുക്കാല്, ഈ കിട്ടിയ ആൻസർ ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. 3/4 കൂട്ടണം 1/8. 1/4ന്റെ പകുതിയാണ് 1/8. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആൻസർ കിട്ടിയിരിക്കുന്നത് 7/8. ഇനി ഈ 7/8ലാണ് ഇവിടെ തുടങ്ങുന്നത്. കൂട്ടണം 1/16. സമയം എത്രയാ കിട്ടുക? 15/16. ഇനി ഇതിലെ ശരിക്ക് ചെയ്ത് നോക്കി കണ്ടുപിടിക്കേണ്ടതാണ്. എങ്കിലും ചില ചെറിയ ട്രിക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ, ഛേദം എത്രയാണോ അതിനേക്കാൾ 1 കുറവാണ് അംശം. ഇവിടെ നോക്കൂ, അത് തന്നെയല്ലേ? ഇവിടെയും അത് തന്നെ. ഇനി അടുത്തത്, ഇവിടെ 1/2 കൂട്ടണം 1/4. ഈ ഛേദം തന്നെയാണ് ഇവിടെ വരുന്നത്. നോക്കൂ, ഇത് തന്നെയാണ് ഇവിടെ വരുന്നത്, ഇത് തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ജസ്റ്റ് 3/4 കൂട്ടണം 1/8. ഇത് കൂട്ടണമെങ്കിൽ ഏറ്റവും എളുപ്പം 8 ഇവിടെ ഉണ്ട്. അപ്പൊ 4നെ 8 ആക്കി മാറ്റിയാൽ മതി. അപ്പൊ 8ൽ 1 ഇതുപോലെ തന്നെ ഇവിടെ വരും. 4നെ 8 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. 4, 2, 8. അപ്പം ആ 2 കൊണ്ട് തന്നെ 3നെ ഗുണിക്കുക, 6. 8ൽ 6 വരിക. 6ഉം 1ഉം എത്രയാ വരിക? 7. 7/8. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഈ രീതിയിലാണ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. മറ്റേത് ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞു തന്നു മാത്രം. അങ്ങനെയാണെങ്കിൽ അടുത്തത് തുടങ്ങേണ്ടത് ഏതാണ്? 15/16 കൂട്ടണം. ഇവിടെ എത്രയാ വരിക? 1/16 എന്തായിട്ട് മാറും? 1/32 ആയിട്ട്. നോക്കൂ, 4, 2, 8, 2, 16, 2, 32 അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അല്ലേ? 1/32. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഈ 32 ഇവിടേക്ക് എഴുതാം. അതിൽ നിന്ന് 1 കുറച്ചാൽ 31 അംശം വരിക. ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടുക. നോക്കൂ, 16 2 32 അല്ലേ? അപ്പൊ 15 2 30. 30 കൂട്ടണം 1 31. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഈ 31/32 തുടക്കം. കൂട്ടണം 1/32 2 64. അപ്പൊ നമുക്കറിയാം 32 2 64. അപ്പൊ 31 2 എന്ന് പറയുന്നത് 62 ആണ്. 62 1 63/64 വരുന്നത്. ഇപ്പൊ നമ്മള് ഈ പാറ്റേണിൽ തുടർന്ന് വരുന്ന 2 വരിയാണ് നമ്മൾ എഴുതിയത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻ ബിയിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു വലിയ പാത്രത്തിലും ഒരു ചെറിയ പാത്രത്തിലും പാലുണ്ട്. വലിയ പാത്രവും ചെറിയ പാത്രവും. വലിയ പാത്രത്തിൽ 8.25 ലിറ്റർ പാലുണ്ട്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 1.25 ലിറ്റർ പാൽ ചെറിയ പാത്രത്തിൽ ഒഴിച്ചാൽ 2ന്റെയും പാലിന്റെ അളവ് തുല്യമാകും. എങ്കിൽ ചെറിയ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പാലിന്റെ അളവ് എത്ര? അപ്പൊ ഇത് കാണാൻ വേണ്ടി നമുക്കറിയാം, ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും തുല്യമാകണമെങ്കിൽ ഇതിൽ നിന്ന് 1.25 ഒഴിക്കണം. അപ്പൊ നമുക്ക് 8.25 നിന്ന് 1.25 കുറയ്ക്കണം. അപ്പൊ ഇവിടെ 8ൽ നിന്ന് 1 കുറച്ചാൽ 7 കിട്ടുക അല്ലെ? എന്നിട്ട് 3/4 നിന്ന് 4 കുറച്ചാൽ എത്രയാ കിട്ടുക? 3/4 നിന്ന് 4 കുറച്ചാൽ 1/2. അപ്പൊ ഈ പാത്രത്തില് 7.5 ലിറ്റർ പാലായി. അതേപോലെ ഇവിടെയും എന്തായി? 7.5 ലിറ്റർ പാലായി. രണ്ടിലും ഈക്വൽ ആയി. ഇനി ഇത് ഈക്വൽ ആകണമെങ്കിൽ 1.25 ഇതിലേക്ക് ഒഴിച്ചത് കൊണ്ടാണ്. അപ്പൊ ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന പാലിന്റെ അളവ് കാണാൻ ഈ 7.5ൽ നിന്ന് എന്ത് ചെയ്യാം? 1.25 വീണ്ടും കുറയ്ക്കാം. അപ്പൊ നമുക്ക് നോക്കാം. 7.5 കുറയ്ക്കണം 1.25.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 7-ൽ നിന്ന് 1 പോയാൽ എത്രയാ വരിക? 6. അരയിൽ നിന്ന് 4 പോയാൽ എത്രയാ വരിക? 4. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന പാലിന്റെ അളവ് എത്രയാണ്? 6.25 ലിറ്റർ. നോക്കി നോക്കൂ, 6.25-നോടുകൂടെ 1.25 കൂട്ടി. 6 1 7, 4 4 അര, 7.5 ലിറ്റർ ആയി. ഇപ്പൊ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത് 8.25 പാലാണ്, ലിറ്റർ പാലാണ് ആ പാത്രത്തിൽ ഉണ്ടായത്. ഇതിൽ നിന്ന് 1.25 ഒഴിച്ചു. ആ 1.25 ഒഴിക്കുമ്പോൾ ഇത് രണ്ടും ഈക്വലായി. അപ്പൊ ഇതിൽ നിന്ന് വീണ്ടും 1.25 കുറയ്ക്കുക. അപ്പൊ 1.25 1.25 എത്രയാ? 2.5 കുറച്ചാൽ മതി. നമുക്ക് നോക്കാം. 8.25-ൽ നിന്ന് പല രീതിയിൽ ചെയ്യാം, ഏത് രീതിയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. 8.25-ൽ നിന്ന് 2.5 കുറയ്ക്കുക. 8-ൽ നിന്ന് 2 കുറച്ചാൽ 6. 3/4-ൽ നിന്ന് അര കുറച്ചു കഴിഞ്ഞാൽ എത്രയാ വരിക? 4. 6.25 ലിറ്റർ. ഈ 2 രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ ചോദ്യമൊക്കെ വീണ്ടും വീണ്ടും കണ്ട് പഠിക്കുന്നത് നമുക്കൊന്ന് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അധ്യാപക സുഹൃത്തുക്കൾ ഇത് കുട്ടികൾക്ക് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വീട്ടിൽ നിന്ന് തന്നെ ചോദ്യം എഴുതി ആൻസർ ഒക്കെ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് സി ഒന്ന് നോക്കാം. ഇവിടെ എ കോളത്തിലുള്ള ഭിന്നസംഖ്യകളുടെ തുക ബി കോളത്തില് ഉണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അവ യോജിപ്പിച്ച് എഴുതിയതിൽ ശരിയായത് ചുവടെയുള്ളതിൽ ഏതാണ്? അപ്പൊ ചുവടെ ഇതുപോലെ 4 എണ്ണം തന്നിട്ടുണ്ട്. ഞാൻ ബോർഡിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് 2 എണ്ണം എഴുതിയിട്ടുള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ തുക കണ്ടെത്തണം. ഇതിന്റെ തുക ഇതിനകത്തുണ്ട്. അപ്പൊ അതിനകത്തുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പൊ ഇതിനകത്ത് എളുപ്പ പണി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് തമ്മിൽ ഛേദം ഒരേ ഛേദമാക്കാൻ തമ്മിൽ ഗുണിച്ചാൽ മതി. 2 3 6. അപ്പൊ ഇതിൽ 6 വരുന്നത് ഏതാ നോക്കുക. ഇതൊരു ചെറിയ ട്രിക്കാണ് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെയല്ല, നമ്മളത് കൂട്ടി നോക്കണം. ഓക്കെ, അപ്പൊ 2 3 6 വരുന്നത് 6-ൽ 5. അപ്പൊ ഇതിന്റെ തുക എന്ന് പറഞ്ഞത് 6-ൽ 5 ആണ് വരുന്നത്. ഇനി അടുത്തത് 1/3 കൂട്ടണം 1/5. അപ്പൊ 3 5 15. ഇതിൽ ഏതാ നോക്കുക. ഇതിന്റെ ആൻസർ, എന്നിന്റെ ആൻസർ എത്രയാണ്? 8/15 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നമ്മൾ നോക്കുക. 4 3 12 ആണ്. അപ്പം ഇതാണ് 7/12 ആണ് വരുന്നത്. എളുപ്പ പണിയും കൂടെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാൻ പറയാണ്, 1/2 കൂട്ടണം 1/3. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. നോക്കൂ, 1 2 3 6. ഇതിന്റെ പൊതുവായ ഛേദം 2-ന്റെയും 6 ആയിട്ട് വരും. ഇനി 1 3 3. ഇതാണ് ആദ്യത്തേതിൻ്റെത്. 1 2 2 ക്രോസ് ആയിട്ട് നോക്കൂ. 2 3 ആണ് 6, 1 3 3. 3 2 ആണ് 6, 1 2 2. ഓക്കെ ആയോ? ഇതുപോലെ നിങ്ങൾ മറ്റേതൊക്കെ ഒന്ന് നോക്കുക. ഇനി ആദ്യത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ നോക്കൂ, m സമം t. ഇതാണ് m. m സമം t. ഇത് ഓക്കെ ആണ് അല്ലേ? ശരിയാണ്, അത് കറക്റ്റ് ആൻസർ ആണ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് n സമം v. n ഇവിടെ നോക്കുക. എന്നിന്റെ ആൻസർ വരുന്നത് 8/15 ആണ്. അത് ഇവിടെ നോക്കൂ, v. കറക്റ്റ്, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഇതും ശരിയാണ്. പിന്നെ അടുത്തത് p. പിയുടെ ആൻസർ 7/12 ആണ്. p സമം u. ആ u തന്നെയാണ് ഇവിടെ വരുന്നത്. 7/12 ആണ്. ഈ ആൻസർ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തത് നോക്കിയപ്പോ തന്നെ 3 എണ്ണവും ശരിയാണ്. നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് തുറന്നു നോക്കണോ? വേണ്ട, നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിൽ പോലും ഒരെണ്ണം കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. m സമം u. m എന്ന് പറഞ്ഞത് 5/6 ആണ് കിട്ടുക. അത് u ആണ്. അപ്പൊ ഇത് തെറ്റാണ്. തുടക്കം തന്നെ തെറ്റുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോണോ? പോണ്ട. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? എ ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഈ രീതിയിൽ നോക്കാൻ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷെ ഇതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തണം. എങ്കിലേ നമുക്കത് ചേരുമ്പടി ചേർക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആയില്ലേ? ചോദ്യം നിങ്ങൾ 2 3 വട്ടം കൃത്യമായും വായിക്കുക. അടുത്തത് നമുക്ക് 5-ാമത്തത് നോക്കാം. 4-ാമത്തത് 4B അടുത്ത വീഡിയോയിൽ നോക്കാം. 5-ൽ A തന്നിരിക്കുന്ന ചിത്ര പാറ്റേൺ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കുക. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാം 5 വശങ്ങളുള്ളതാണ്, നക്ഷത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ആരം തരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് വരയ്ക്കാം. നിങ്ങൾ എല്ലാവരും ഒരു വൃത്തം വരയ്ക്കുക.
ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിന് 5 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഓരോ ഭാഗവും നമുക്ക് കിട്ടുന്നത് 72 ഡിഗ്രിയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഇങ്ങനെ ആരം വരയ്ക്കുക. പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. ആരം വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് കൃത്യം 72 ഡിഗ്രി അളന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? 72 ഡിഗ്രി അളന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. പിന്നെയും നിങ്ങൾ 72 ഡിഗ്രി അളന്ന് മാർക്ക് ചെയ്യുക. പിന്നെയും 72 ഡിഗ്രി അളക്കുക. അപ്പൊ നമുക്ക് 5 ഭാഗങ്ങൾ കിട്ടി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും യോജിപ്പിക്കണം. ഇവിടെ 1, ഇവിടെ 2, 3, 4, 5 ഇത് യോജിപ്പിക്കണം. എളുപ്പമാണല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് തമ്മിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിക്കുക. ഇതിങ്ങനെ യോജിപ്പിച്ചു. പിന്നെ ഈ ബിന്ദുവിൽ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ യോജിപ്പിച്ചു. ഇതിൽ നിന്ന് ഇങ്ങനെ യോജിപ്പിക്കുക. ഓക്കെ, നോക്കൂ, ഇവിടെ 1, 2, 3, 4, 5 5 കറക്റ്റ് കിട്ടും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് വൃത്തിയിൽ ഭംഗിയായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത്, അതായത് കളറൊക്കെ ചെയ്ത് ഭംഗിയാക്കാം. ക്രയോൺ ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ അറിയേണ്ടത് 72 ഡിഗ്രി വീതം എടുത്ത് വരയ്ക്കണം എന്നുള്ളത് അറിയണം. 5 തുല്യ ഭാഗങ്ങളാണ് ആക്കേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ 360 എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി. 5 7 35, പിന്നെ ബാക്കി 1 10, I2 10. ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് ബി. തന്നിരിക്കുന്ന ചിത്രം ഒരു ചതുരമല്ല. കാരണം ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം ചതുരമല്ല. അതിന് കാരണം എന്ത്? അതിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ, അതിന് 4 വശങ്ങളുണ്ട്. 4 വശങ്ങളുള്ളതുകൊണ്ട് ചതുരല്ലാതിരിക്കുമോ? അല്ലല്ലോ, ചതുരാണോ? ചതുരത്തിന് 4 വശങ്ങളുണ്ട്. അപ്പൊ അതല്ല കാരണം. അടുത്തത് ബി പറയാണ് അതിന് 4 മൂലകളുണ്ട്. നമുക്കറിയാം ചതുരത്തിന് 4 മൂലകളുണ്ട്. അപ്പൊ അതും അല്ല കാരണം. സി പറയാണ് അതിന്റെ എതിർവശങ്ങൾ തുല്യമല്ല. അവിടെ ഒരു പോയിന്റ് വന്നു. നമുക്കറിയാം ചതുരത്തിന്റെ എതിർവശങ്ങൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതിന്റെ എതിർവശങ്ങൾ തുല്യമല്ല. സി ആണ് ഓപ്ഷൻ ശരി. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഏതൊരു കുട്ടിക്കും മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അത് വളരെ സിമ്പിൾ ആയിരുന്നു. തന്നെയല്ല, അതിന്റെ പാറ്റേൺ ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ വരച്ചിട്ടിട്ടുമുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യോ, ഒന്ന് കമന്റ് ചെയ്യോ, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ, ഒക്കെ നിങ്ങളൊന്ന് ചെയ്യാം. കാരണം ഞാൻ അതിന്റെ പുറകിൽ ചെറിയ എഫേർട്ടല്ല എടുക്കുന്നത്, വളരെ എഫേർട്ടാണ്. പലപ്പോഴും തോന്നും ഇത് നിർത്തിയാലോ എന്ന്. ഞാൻ ഇപ്രാവശ്യം ചെയ്തിടുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പോഴേയും കുറച്ച് കുട്ടികൾ, രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വീണ്ടും ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താ പറയാ, നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടാതെ വന്നാൽ ചിലപ്പോൾ ഞാൻ അതങ്ങ് നിർത്തിപ്പോകും. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടംപോലെ പണികൾ വേറെയുണ്ട്, ഇഷ്ടംപോലെ തിരക്കുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ, ബൈ.